हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शांताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभङ्गं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं वन्दे विष्णुं भवभयहरं സർവലോകൈകനാഥം. 35-36. അച്യുതഃ പ്രതിതഃ പ്രാണഃ പ്രാണദോ വാസവാനുജ അപാം നിധിരധിഷ്ഠാനം അപ്രമത്തഃ പ്രതിഷ്ഠിത സ്കന്ദസ്കന്ദധരോ ധുര്യോ വരദോ വായുവാഹന വാസുദേവോ ബൃഹദ്ഭാനു ആദിദേവഃ പുരന്ധര. ഇന്ന് നമ്മൾ കാണുന്ന നാമം 322. വാസവാനുജ. വാസവാനുജൻ മീൻസ് ദേവേന്ദ്രൻ്റെ അനുജൻ നത്ത്. നമ്മൾ 151 നാമത്തിൽ ഉപേന്ദ്ര എന്നൊരു നാമം കണ്ടു. ഉപേന്ദ്ര ഓർമ്മയുണ്ടാവും അല്ലേ? മഹാവിഷ്ണു കശ്യപ അതിഥി ദമ്പതികളുടെ 12ാമത്തെ പുത്രനായിട്ട് വാമനൻ എന്ന പേരിൽ അവതരിച്ചു. ദേവേന്ദ്രൻ ഈ ദമ്പതികളുടെ ജ്യേഷ്ഠപുത്രനാകയാൽ, ദേവേന്ദ്രൻ ഒരു ജ്യേഷ്ഠപുത്രനാകയാൽ, ആദ്യം ജനിച്ചവനാകയാൽ മഹാവിഷ്ണു അതായത് വാമനൻ വാസവ അനുജനായി. വാസവൻ മീൻസ് ഇന്ദ്രൻ, ഇന്ദ്രൻ്റെ അനുജനായി. അതുകൊണ്ടാണ് ഇന്ദ്രാനുജൻ എന്നൊക്കെ വന്നത് അവിടെ. ഉപേന്ദ്ര, ഇന്ദ്രാനുജൻ എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട് കവികൾ. ഇന്ദ്രൻ്റെ അനുജൻ, വാസവാനുജ, ഉപേന്ദ്ര അങ്ങനെയൊക്കെ പറയും. ഇന്ദ്രൻ്റെ ഉപൻ പിന്നാലെ വന്നതിനർത്ഥം. അപ്പോൾ അതാണ് അതിനർത്ഥം. അത്രേ നമുക്ക് കാര്യമായിട്ട് പറയാനുള്ളൂ. ഇന്ദ്രൻ്റെ അനുജനായിട്ടാണ് മഹാവിഷ്ണുവിനെ അറിയപ്പെടുന്നത്, ബിക്കോസ് ഓഫ് അദ്ദേഹത്തിൻ്റെ വാമനാവതാരം കാരണം. ഓക്കെ, അടുത്ത നാമം 323. അപാം നിധി. അപാം നിധി എന്ന് വെച്ചെങ്കിൽ സമുദ്രം എന്നർത്ഥം. അപ്പ് എന്ന് വെച്ചെങ്കിൽ വെള്ളം, വെള്ളത്തിൻ്റെ നിധി സമുദ്രം. അപാം നിധി സമുദ്രം. ജലത്തിൻ്റെ ഉള്ളിൽ നിവസിച്ച് അതിനെ നിയന്ത്രിക്കുന്നവൻ എന്നുള്ള അർത്ഥമുണ്ട് അപാം നിധി എന്നുള്ളതിന്. അപാം നിധി, വെള്ളത്തിൻ്റെ ഉള്ളിൽ നിവസിച്ച് അതിനെ ചൈതന്യം കൊടുക്കുന്നത്. നമ്മളെപ്പോലെ തന്നെ നമ്മളുടെ ഉള്ളിൽ ഭഗവാൻ ഇരുന്ന് നമുക്ക് ചൈതന്യം തരുന്നു. അതേപോലെ വെള്ളത്തിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് വെള്ളത്തിന് ചൈതന്യം കൊടുക്കുന്നു. അതുകൊണ്ട് അപാം നിധി. ഭഗവത്ഗീതയിൽ വിഭൂതി യോഗത്തിൽ ഭഗവാൻ തന്നെ പറയും, ഞാൻ സരസികളിൽ വെച്ച് സാഗരമാകുന്നു എന്ന് പറയും. അപാം നിധി. അപാം നിധി മീൻസ് സാഗരം. ഭഗവാൻ അങ്ങനെ പ്രസ്താവിക്കുന്നത്. സരസാം അസ്മി സാഗരം, സരസുകളിൽ വെച്ച് ഞാൻ സാഗരമാണ് എന്ന് പറയും. സാഗരം ഈസ് ദ ബിഗ്ഗസ്റ്റ് സരസ് അല്ലേ? സരസ് മീൻസ് ചെറിയൊരു പൊയ്ക. താമര എവിടെ, മറ്റേ സമുദ്രം എവിടെ കിടക്കുന്നു? അപ്പോൾ സരസാമസ്മി സാഗരം, ഞാൻ സരസുകളിൽ വെച്ച് സമുദ്രമാണ് എന്ന് ഭഗവാൻ പറയുന്നു. അതുകൊണ്ട് സമുദ്രം എന്നുള്ള പേര്
അപാംനിധി എന്നുള്ളൊരു പേരും ഭഗവാന് വന്നിട്ടുണ്ട്. സമുദ്രമാണ്. വെള്ളത്തിന് അതിൻ്റെ പ്രാഥമിക ഗുണം, അതായത് ധർമ്മം, എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്, ചൂടിൻ്റെ എന്താ പറയുക, അഗ്നിയുടെ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക് എന്താ? ചൂടല്ലേ. പഞ്ചസാരയുടെ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക് എന്താ? മധുരല്ലേ. അതിൻ്റെ ഫോമാണോ നാമാണോ ഒന്നുമല്ല നമ്മൾ നോക്കുക. ചിലത് ക്രിസ്റ്റൽ ഫോമായിരിക്കും, ചിലത് പൗഡർ ഫോമായിരിക്കും, ചിലത് ഗ്രാനുവൽസ് ഫോമായിരിക്കും, ചിലത് കൽക്കണ്ടം പോലെ വലുതായിരിക്കും. ഇതൊന്നുമല്ല നമ്മൾ നോക്കുക. പഞ്ചസാര എന്നുള്ള മധുരം തന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്, എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക് ഈസ് മധുരം. മധുരം ഉണ്ടോ, അത് ഏത് ഷേപ്പായാലും കുഴപ്പമില്ല. ആ ക്യാരക്ടറിസ്റ്റിക് ഇല്ലെങ്കിൽ ഏത് ഷേപ്പായിട്ടും കാര്യമില്ല. അഗ്നി ഫോർ എക്സാമ്പിൾ, ചൂട് എന്നൊരു പദാർത്ഥം അതിനില്ലെങ്കിൽ എന്ത് പ്രകാശമായി എന്താ? മിന്നാമിനുങ്ങ, ഞാൻ 2 ദിവസം മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ, മിന്നാമിനുങ്ങയൊക്കെ അഗ്നിയായിട്ട് കൂട്ടാൻ പറ്റും. പ്രകാശമുണ്ട്, പക്ഷെ അത് അഗ്നിയല്ല. കാരണം അഗ്നിയുടെ ധർമ്മം അതിലില്ല. അതുപോലെ വെള്ളത്തിന് അതിൻ്റെ പ്രാഥമിക ഗുണം, അതിൻ്റെ ധർമ്മം നൽകുന്നത് ഭഗവാൻ തന്നെയല്ലേ. ആലോചിച്ച് നോക്കൂ, വേറെ ആരാ വെള്ളത്തിൻ്റെ പ്രാഥമിക ഗുണം നൽകണം? വെള്ളത്തിലെ രസം ഭഗവാനല്ലേ. വെള്ളത്തിൻ്റെ സ്വാദ് ഭഗവാനല്ലേ. ടേസ്റ്റ്ലെസ്, ഓർഡർലെസ്, കളർലെസ് ഒക്കെ ആണെങ്കിലും എന്നാലും വെള്ളം കുടിക്കുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ഇതുണ്ടാവില്ലേ, ആ ഇത് കൊടുക്കേണ്ട ആരാ? ഭഗവാനല്ലേ ആ വെള്ളത്തിന്. സോമോ ഭൂത്വാ രസാത്മകം. എല്ലാ ജീവജാലങ്ങൾക്കും ഒരു രസം കൊടുക്കേണ്ടത് ഞാനാണ്. അപ്പോൾ വെള്ളത്തിന് അത് വെള്ളമായിട്ട് നിലനിൽക്കണമെങ്കിൽ വെള്ളത്തിൻ്റെ രസം വേണം. എല്ലാ ലിക്വിഡും വെള്ളമാണോ? അല്ലല്ലോ. വെള്ളത്തിന് വെള്ളം എന്ന് പറയണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രാഥമിക ക്വാളിറ്റി വേണം, അതിൻ്റെ ധർമ്മം വേണം. അതെന്താ? അതിൻ്റെ രസം. വെള്ളത്തിന് അതിൻ്റെ രസം. ശാസ്ത്രത്തിന് പറയാം, ഹേയ് ഇത് രസവും സാമ്പാറും ഒന്നല്ല, ഇത് സിമ്പിളി H2O. ആവശ്യമില്ലാത്ത ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ആവശ്യമില്ലാണ്ട് വലിച്ചടിക്കണം. എന്തിനാ അതിൻ്റെ ആ നാമത്തിന്, വെള്ളത്തിന്? ഇറ്റ് ഈസ് ജസ്റ്റ് H2O. സയൻറ്റിഫിക്കലി വാട്ടർ ഈസ് H2O. ഓ സമ്മതിച്ചു, H2O സമ്മതിച്ചു, കഴിഞ്ഞില്ലേ? 2 ആറ്റം ഹൈഡ്രജനും 1 ആറ്റം ഓക്സിജനും. ഇതല്ലേ ഇപ്പോൾ നിങ്ങൾ പറയണത്? അതൊക്കെ അറിയാം, അത്ര സയൻസൊക്കെ എനിക്കറിയാം. 2 ആറ്റം ഹൈഡ്രജനും 1 ആറ്റം ഓക്സിജനും ഉണ്ടെങ്കിൽ വെള്ളമായി ഇല്ലേ? അത്ര നിസ്സാരമാണെങ്കിലേ ഞാൻ ഒരു പൊട്ടച്ചോദ്യം ചോദിച്ചോട്ടെ. ഈ ലോകത്തിൽ ജലക്ഷാമം ഉണ്ടാവാൻ പാടില്ലല്ലോ. ധാരാളം ശാസ്ത്രജ്ഞന്മാരില്ലേ, അങ്ങോട്ട് സൃഷ്ടിച്ചൂടെ? 2 H 1 O ചേർത്ത വെള്ളമായില്ലേ അല്ലേ? അപ്പോൾ H2O ചേർത്താൽ വെള്ളമായി എന്നുണ്ടെങ്കിൽ അത്ര നിസ്സാരമാണെങ്കിൽ ഉണ്ടാക്കുമോ? വെള്ളം ഉണ്ടാക്കുമോ? അപ്പോൾ അത്ര നിസ്സാരമല്ലല്ലോ. അപ്പോൾ എന്താ അർത്ഥം? എന്താ? അത് H2 ആണ്. ഞാൻ സമ്മതിക്കുന്നു, ഞാൻ തർക്കിക്കാനൊന്നുമില്ല. ശാസ്ത്രത്തിന് തർക്കിക്കാൻ ഞാൻ ആരുമല്ല. ശാസ്ത്രത്തിന് നമ്മൾ തർക്കിക്കണമില്ല. അത് H2 തന്നെയാണ്. ശാസ്ത്രം പറയുന്നത് സത്യമാണ്, പക്ഷെ പൂർണ്ണ സത്യമല്ല എന്നർത്ഥം. അത്രയേ ഉള്ളൂ വ്യത്യാസം. സത്യം തന്നെയാണ് അവർ പറയണത്. ആന ഒരു മതിലാണ് എന്ന് പറഞ്ഞാൽ സത്യമാണ്, പൂർണ്ണ സത്യമല്ല. വെള്ളം H2 ആണ് എന്ന് പറഞ്ഞാൽ വെള്ളം H2 മാത്രമല്ല ഉള്ളൂ. H2 മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ വെള്ളം ഇങ്ങനെ സൃഷ്ടിക്കാമല്ലോ സയൻറ്റിസ്റ്റുമാർക്ക്. വല്ല ബുദ്ധിമുട്ടുണ്ടോ? വാട്ടർ പ്രോബ്ലമൊക്കെ എവിടെയുണ്ട്? അപ്പോൾ അതിൻ്റെ അർത്ഥം ദാറ്റ് മീൻസ് വാട്ടർ ഈസ് നോ ഡൗട്ട് H2O, ബട്ട് ഇറ്റ് ഈസ് H2O പ്ലസ് സംതിങ്. H2O പ്ലസ് സംതിങ്. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് കാൽഷ്യം, കാർബൺ, ഫോസ്ഫറസ്, ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ അസ്ഥി, മജ്ജ, ശുക്ലം, മേധസ്, അതൊക്കെയല്ലേ? അത് മാത്രമാണോ ശരീരം എന്ന് പറഞ്ഞാൽ? അല്ലല്ലോ. അത് പ്ലസ് ഒരു ജീവനില്ലേ, ഒരു പ്രാണനില്ലേ. അപ്പോൾ ശരീരത്തിനെ ഡിസെക്ട് ചെയ്തിട്ട് ഇതൊക്കെയാണ്, ഇത് മേധസ്സാണ്, ഇത് രക്തമാണ്, ഇത് ശുക്ലാണ്,
എന്ന് പറഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ അതെല്ലാം കൂടി കൂട്ടിയ ശരീരമാവണ്ടേ? അതാവണില്ലല്ലോ. 2 H2 ഒരു O കൂടി കൂട്ടിയാൽ വെള്ളം ആവണില്ലല്ലോ ലാബിലൊഴികെ. എന്താവാത്ത? അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ മുഴുവൻ വെള്ളം ഉണ്ടാക്കിക്കൂടെ? വെള്ളം ഉണ്ടാവുന്നില്ലല്ലോ. എന്താ? അപ്പോൾ H2O പ്ലസ് ഇതൊരു എക്സ് ഉണ്ട്. എന്താവട്ടെ എക്സ്? അത് നോക്കൂ, ഈ ലോകത്തിൽ എത്ര ജലാശയങ്ങളുണ്ട് ഒന്ന് കണക്കൂട്ടി നോക്കൂ, ഒന്ന് ആലോചിച്ച് നോക്കൂ, മനസ്സൊന്നും അങ്ങോട്ട് പോട്ടെ. എത്ര സരസ്സുകൾ, എത്ര പുഴകൾ, എത്ര തോടുകൾ, എത്ര തടാകങ്ങൾ, എത്ര സമുദ്രങ്ങൾ. ജലത്തിൻ്റെ ആ വിഭൂതി ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ വാട്ടർഫാളിനൊക്കെ മുമ്പിൽ ചെന്ന് നിന്ന് നോക്കൂ. നയഗ്രയിൽ പോയിട്ടുള്ളവർക്ക് അറിയാം. നയഗ്ര എന്ന് വേണ്ട, നമ്മുടെ ചാലക്കുടി വാട്ടർഫോൾസ് ഒന്ന് പോയിരുന്നാൽ മതി, നയഗ്രയിലേക്കൊന്നും പോകണ്ട. എന്താ സി, ലുക്ക് അറ്റ് ദി മെജസ്റ്റി ഓഫ് വാട്ടർ. ഒരു H2O, അത് H2O പ്ലസ് സംതിങ്. അതിൽ നിന്ന് കുളിക്കണു, ആ വെള്ളം എടുത്ത് കുടിക്കണു. എന്താ വെള്ളത്തിൻ്റെ സ്വാദ്? പ്യുവർ സ്ട്രീം വാട്ടർ, പ്യുവർ റെയിൻ വാട്ടർ. അപ്പോൾ ലോകത്തിലുള്ള സകല ജലാശയങ്ങളുടെയും ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കുക, എവിടേക്കാണ് ജലാശയങ്ങളുള്ളത്? എത്ര എത്ര സാഗരങ്ങൾ, എത്ര എത്ര സമുദ്രങ്ങൾ, എത്ര എത്ര തോടുകൾ, എത്ര എത്ര പുഴകൾ, നദികൾ. അയ്യോ എൻ്റെ അമ്മോ! നാം ഈ കാണുന്ന പ്രപഞ്ചത്തിൽ, ജീവിക്കുന്ന പ്രപഞ്ചത്തിൽ 4/3 ഭാഗവും വെള്ളമാണെന്നാണ് അവിടെ. ആ 4/3 ഭാഗവും വെള്ളമാണെങ്കിൽ ആ 3/4 ഭാഗത്തിൽ 90% ഉപ്പുവെള്ളം. നോക്കിയിട്ടുണ്ടോ? ഈ സപ്തസാഗരങ്ങൾ, 7 ഓഷൻസ് ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട് അബൌട്ട് 90% ഓഫ് ദി വാട്ടർ സ്റ്റോക്ക് അല്ലേ? മറ്റത് 2 ബ്രഹ്മപുത്രർ, ഗംഗാനദി, ഒരു ഗോദാവരിയും കാവേരി, യമുനയൊക്കെ സപ്തനദികൾ ഉണ്ടായിരിക്കാം. പക്ഷെ അതിൻ്റെയൊക്കെ വെള്ളമൊക്കെ അവിടെ വെൻ കമ്പയർഡ് ടു പസഫിക് ഓഷൻ, അറ്റ്ലാന്റിക് ഓഷൻ, ഇന്ത്യൻ ഓഷൻ, മറ്റുള്ള കടലുകൾ, ബംഗാൾ കടൽ, അറബിക്കടൽ, ഇതൊക്കെ കൂടി നോക്കുമ്പോൾ വെള്ളത്തിൻ്റെ കണക്കൊന്ന് നോക്കൂ. സോൾട്ട് വാട്ടർ ഈസ് 90% ഓഫ് ദി വാട്ടർ ഓഫ് വേൾഡ്. അതെങ്ങനെയാണ് ഈ 90% സോൾട്ട് വാട്ടർ ആയതെന്ന് ചോദിച്ചു നോക്കൂ സയൻറ്റിസ്റ്റിനോട്. എൻ്റെ അമ്മേ, പേജ് കണക്കിന് തീസിസ് എഴുതി തരും. എങ്ങനെ അത് ഉപ്പുവെള്ളമായി? നമ്മളെ കൺവിൻസ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് അതിനൊന്നും ഉത്തരം പറയേണ്ടാവില്ല. ഓഹോ, ഇതുകൊണ്ടാണ് അങ്ങനെ ഉപ്പുവെള്ളമാവാൻ കാരണമല്ലേ? ശരി, സമ്മതിച്ചു. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തിനാ അത് ഉപ്പുവെള്ളമായത്? അല്ല, എങ്ങനെയാണ് ഉപ്പുവെള്ളമായി എന്ന് മനസ്സിലായി. നിങ്ങളുടെ കെമിക്കൽ പ്രോസസ്സും അതും ഇതൊക്കെ പറഞ്ഞതെന്ന് മനസ്സിലാക്കി, ഞാൻ മനസ്സിലാക്കി. കടലിലെ വെള്ളം എങ്ങനെയാണോ ഉപ്പുവെള്ളമായത് നിങ്ങൾ പറഞ്ഞു. പക്ഷെ എന്തിനാണ് അത് ഉപ്പുവെള്ളമാവാൻ കാരണം? എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പറഞ്ഞ പ്രോസസ്സ് നടന്നത്? ഇല്ലെങ്കിൽ എന്താ കാര്യം? നല്ല വെള്ളവുമായിരുന്നില്ലേ? നല്ല ജലക്ഷാമമുണ്ടോ? ലോകം മുഴുവൻ ശുദ്ധജലം കിട്ടുമായിരുന്നില്ലേ? എന്തിനാണ് ഈ കടലിൽ കൊണ്ട് ഉപ്പുവെള്ളം കൊണ്ടിട്ട് അയക്കുന്നത്? എങ്ങനെയാന്ന് പറഞ്ഞു തന്നു, ഞാൻ സമ്മതിക്കണു. നമസ്കാരം, താങ്ക് യു ഫോർ ദാറ്റ്. എന്തിന്? എന്താ ഉത്തരം? മലയാളത്തിലെ 2ാമത്തെ അക്ഷരം ആർക്കറിയാം എന്തിനാന്ന്? പോയി ചോദിക്കാലോട്, വലിയ ഉത്തരം കിട്ടുമല്ലോ. അപ്പം അതിൻ്റെ പിന്നിലൊക്കെ വലിയ ഒരു സൃഷ്ടി രഹസ്യമുണ്ടെന്ന് മനസ്സിലാക്കണം. വേർ ദ സയൻറ്റിഫിക് നോളജ് അബ്രപ്റ്റ്ലി എൻഡ്സ്, അവിടെയാണ് അവസാനിക്കുന്നത്. അത് അവസാനിക്കുമ്പോഴാണ് ഈ രഹസ്യം തുറക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ എന്താണ് തത്വം? വൈ ഇറ്റ് ഈസ് നോട്ട് പ്യുവർ വാട്ടർ, വൈ ഇറ്റ് ഈസ് സോൾട്ട് വാട്ടർ? അതൊക്കെ വായിക്കേണ്ട ഗ്രന്ഥങ്ങൾ വായിക്കേണ്ട പോലെ വായിച്ചാൽ പിടികിട്ടേണ്ടവർക്ക് പിടികിട്ടും. ആ രഹസ്യം എന്താണെന്ന് പിടികിട്ടും. ശാസ്ത്രത്തിന് അത് പിടികിട്ടില്ല. കാരണം അവരുടെ മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെയല്ല.
മനസ്സിലായില്ലേ? അപ്പോൾ വെള്ളത്തിൻ്റെ പറഞ്ഞു വന്നെന്താ വെച്ചാൽ വെള്ളത്തിൻ്റെ പ്രാണൻ ഭഗവാനാണ്. വെള്ളത്തിൻ്റെ ധർമ്മം ഭഗവാനാണ്. എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് വാട്ടർ ഈസ് ഭഗവാൻ. അതുകൊണ്ടാണ് ഈ ജീവൻ എന്നുള്ള ശബ്ദത്തിന് പ്രാണൻ എന്നും വെള്ളം എന്നും അർത്ഥമുണ്ട്. ജീവൻ, ജീവനുള്ളൊരു ജീവനു ജീവൻ ജീവനാണ് പോൽ എന്ന് പറയും. ജീവനുള്ളൊരു ജീവന്, നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു ജീവിക്ക് ജീവൻ ജീവനാണ് പോൽ, വെള്ളം ജീവനാണെന്ന് അർത്ഥം. അപ്പം ജീവന് വെള്ളം എന്നുള്ള അർത്ഥമുണ്ട്, ജീവൻ എന്നുള്ള അർത്ഥമുണ്ട്. ജീവൻ എന്ന ശബ്ദത്തിന്. അപ്പം ജലത്തിൻ്റെ എന്താ പറയുക അന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്നുവെങ്കിലും വെള്ളത്തിൻ്റെ എവിടെ ഭഗവാൻ സ്ഥിതി ചെയ്യണത്? ആ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഫയർ എവിടെയാ? തീയിൻ്റെ ചൂട് എവിടെയാ? പഞ്ചസാരയിലെ മധുരം എവിടെയാ? ഇറ്റ് ഈസ് ഇൻട്രിൻസിക്കലി അതിൻ്റെ അന്തർഭാഗത്ത് തന്നെ, തീയിൻ്റെ അന്തർഭാഗത്ത്, പഞ്ചസാരയുടെ അന്തർഭാഗത്ത്. വെള്ളത്തിലെ രസം എവിടെയാ? വെള്ളത്തിൻ്റെ അന്തർഭാഗത്ത്. അപ്പോൾ ജലത്തിൻ്റെ അന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്നുവെങ്കിലും ജലം ഭഗവാൻ അറിയില്ല. ഏതാണ്ടൊക്കെ നമ്മളെ പോലെ തന്നെ. ഹൃദയശേ അർജുന തിഷ്ഠതി, ഇതിൻ്റെ ഉള്ളിൽ സാധനം ഇരിപ്പുണ്ടെങ്കിലും നമുക്കത് അറിയില്ല. കാരണം എന്തോ ആവട്ടെ, ഫാക്ട് ഓഫ് ദി മാറ്റർ ഈസ് ഐ ഡോണ്ട് നോ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഭഗവാന്റെ ശരീരമാണ് ജലം, ഭഗവാന്റെ ഒരു അവയവമാണ് ജലം, ദ പാർട്ട് ഓഫ് ഹിസ് ബോഡി. അപ്പോൾ ആ ജലത്തിൻ്റെ ഉള്ളിലിരുന്ന് ഭഗവാൻ നിയന്ത്രിക്കണു വെള്ളത്തിനെ. ഈ അർത്ഥം വരുന്ന ഒരു മന്ത്രം ഒരു ഉപനിഷത്തിലുണ്ട്. യോ അപ്സു തിഷ്ഠത്, ഏതാണോ അപ്പ് എന്ന് വെച്ചെങ്കിൽ വെള്ളം. യോ അപ്സു തിഷ്ഠത് അദ്യതോ അന്തരയാമോപന, ഉള്ളിലിരുന്നു കൊണ്ട് ശരീരോ യോ ആപ്ന അന്തരയമാമതി. ഇതിൻ്റെ ഉള്ളിലിരുന്നും കൊണ്ട് ആ വെള്ളത്തിന് പ്രയോജനം ഭഗവാൻ നൽകുന്നുണ്ടെങ്കിലും ആ ഭഗവാനെ ഉള്ളിലിരിക്കുന്ന അന്തർയാമിയെ വെള്ളം അറിയുന്നില്ല എന്നർത്ഥം. ബൃഹദാരണ്യക ഉപനിഷത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ഉപനിഷത്ത് ബാക്കിങ്ങുമായി. അപ്പോൾ അതാണ് അപാംനിധി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി അടുത്ത 324 അധിഷ്ഠാനം. അധിഷ്ഠാനം എന്ന് വെച്ചെങ്കിൽ ഇരിപ്പിടം, റെസ്റ്റിംഗ് പ്ലേസ്, അധിഷ്ഠമായിട്ടുള്ള സ്ഥാനം, ഇരിക്കുന്ന ഇടം. ആദി കാരണമായ ദി ഫസ്റ്റ് കോസ്, ദ കോസ്ലെസ് കോസ്, ദ ബിഗിനിങ്ലെസ് ബിഗിനിങ് അല്ലേ? അങ്ങനെയുള്ള പരബ്രഹ്മത്തിലാണ് പ്രപഞ്ചത്തിലെ സകല ഭൂതങ്ങളുടെയും ഇരിപ്പിടം. എല്ലാ ഭൂതങ്ങളിലും അതിലാണുള്ളത്. അതിലാണ് എല്ലാ സൃഷ്ടിയും സ്ഥിതി ചെയ്യുന്നതും. ലോകത്തിലുള്ള സകല സൃഷ്ടികളും ഈ പരബ്രഹ്മത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാരണം എന്താ? പരബ്രഹ്മം ഈസ് ഓൾ പെർവേഡിങ്. ഈ ലോകത്തിനെ മുഴുവൻ ധരിച്ചും കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഭഗവാനിലല്ലേ നമ്മൾ സ്ഥിതി ചെയ്യുന്നത്? കടലിൽ മുക്കിയ കുളത്തിലെ 4 പുറം കടലാണ്. 4 പുറം കടലാണ്. കുടത്തിൻ്റെ ഉള്ളിലും വെള്ളം, പുറത്തും വെള്ളം, മുകളിലും വെള്ളം, താഴത്തും വെള്ളം, സൈഡിലും വെള്ളം, ആ സൈഡിലും വെള്ളം, ഈ സൈഡിലും വെള്ളം, എവിടെ നോക്കിയാലും വെള്ളം തന്നെ, സർവവും ജലമയം. അപ്പോൾ സമുദ്രത്തിൽ ഈ കുടം നിലനിൽക്കുന്നത് എവിടെയാണ്? സമുദ്രത്തിലാണ്. അതിൽ അന്തർലീനമായി കിടക്കുകയാണ് കുടം. കുടന്ന് വയ്ക്കണ്ട, ഒരു എന്താ പറയുക, തിരമാല എന്ന് വിചാരിച്ചോളൂ.
കുടം എന്നുള്ളത് ശരിക്കും ഒരു എക്സാമ്പിൾ ആവില്ല. തിരമാല അതിൽ നിന്ന് തന്നെ വന്നതല്ലേ. കുടം എന്ന് പറയുമ്പോൾ മണ്ണിലാണ് കുടം സ്ഥിതി ചെയ്യുന്നത്. ആഭരണം സ്വർണത്തിലാണ് അതിൻ്റെ കിടപ്പും ഇരിപ്പും ഊണും ഉറക്കവും ഒക്കെ അല്ലേ. ആഭരണത്തിൻ്റെ ഇരിപ്പും കിടപ്പും നിലനിൽപ്പും എല്ലാം ഇതിലാ, സ്വർണത്തിൽ. കുടത്തിൻ്റെ ഇരിപ്പും കിടപ്പും ആഹാരവും വിഹാരവും ഒക്കെ ഇതിലാ, മണ്ണിൽ. തിരമാലകളുടെ ഇരിപ്പും കിടപ്പും ഒക്കെ ഇതിലാ, സമുദ്രത്തിൽ. കാര്യത്തിൻ്റെ ഇരിപ്പും കിടപ്പും ഒക്കെ ഇതിലാ, കാരണത്തിൽ. Cause is inherent and concurrent in the effect. കാരണത്തിനെ വലയം ചെയ്തിരിക്കുകയാണ് കാര്യം. കാര്യത്തിനെ വലയം ചെയ്തിരിക്കുകയാണ് കാരണം. Cause is surrounded. ഇഫക്റ്റ് അല്ലെങ്കിൽ കാര്യം എന്ന് പറയുന്നത് ഒരു ഐലൻഡ് പോലെയാണെന്ന് വിചാരിച്ചോളൂ. 4 പുറവും വെള്ളം. അപ്പോൾ ഐലൻഡ് ഇതിലാ, വെള്ളത്തിൽ. മയാതതം ഇതം സർവം ജഗത് അവ്യക്തമൂർത്തിന. അൺമാനിഫെസ്റ്റ് ആയിട്ടുള്ള ഈ മൂർത്തിയിൽ ആണ് മമതതം ഇതം സർവം മയാതതം ഇതം സർവം ജഗത് അവ്യക്തമൂർത്തിന. ഈ അവ്യക്തമൂർത്തിയിലാണ് ഈ ജഗത്ത് മുഴുവൻ കിടക്കുന്ന അർജുന. ഈ ലോകത്തിൽ മുഴുവൻ ഞാനാണ് നിറഞ്ഞു നിൽക്കുന്നത്. മയാതതം ഇതം സർവം ജഗത് അവ്യക്തമൂർത്തിന. അവ്യക്തമൂർത്തിയായിരിക്കുന്ന ഈ ഞാനാണ് മയാതതം ഇതം സർവം, ഈ ജഗത്തിനെ മുഴുവൻ പറ്റിച്ചുറ്റിരിക്കുന്നത്. മത്സ്ഥാനി സർവഭൂതാനി. എല്ലാ ഭൂതങ്ങളും എന്നിലാണ് സ്ഥിതി കൊള്ളുന്നത്. നചാഹം തേഷു അവസ്ഥിത. ഞാൻ അവരിലല്ല. ദേ ആർ ഇൻ മീ, ഐ ആം നോട്ട് ഇൻ ദം. തെറ്റിദ്ധരിക്കപ്പെടുന്നൊരു സ്റ്റാൻസാണത്. 9-ാം അധ്യായത്തിലെ 4-ാമത്തെ ശ്ലോകമാണ്. മയാതതമിതം സർവം ജഗത് അവ്യക്തമൂർത്തിന മത്സ്ഥാനി സർവഭൂതാനി നചാഹം തേഷ്വവസ്ഥിത. അവ്യക്തമൂർത്തിയാകും ഞാൻ ഈ ലോകത്തിൽ നിറഞ്ഞവൻ. എന്തൊരു തർജ്ജമ നോക്കൂ. മയാതതം ഇതം സർവം ജഗത് അവ്യക്തമൂർത്തിന. അവ്യക്തമൂർത്തിയാകും ഞാൻ ഈ ലോകത്തിൽ നിറഞ്ഞവൻ. നിറഞ്ഞിങ്ങനെ തലയിട്ടപ്പോടുകൂടെ നിൽക്കണം കോലം വെച്ചിട്ട്. മനസ്സിലായില്ലേ? മത്സ്ഥാനി സർവഭൂതാനി. എന്നിൽ നിൽപ്പൂ ഭൂതജാലം. മത്സ്ഥാനി സർവഭൂതാനി. എന്നിൽ നിൽപ്പൂ ഭൂതജാലം. നചാഹം തേഷ്വവസ്ഥിത. ഞാൻ നിൽക്കുന്നില്ല അവറ്റിലോ. അവരിലൊന്നും ഞാനില്ല. അപ്പം ഭഗവാൻ എന്നിലില്ലേ? അവിടെയാണ് കൺഫ്യൂഷൻ വരുന്നത്. അവിടെയാണ് നമുക്കൊരു ചെറിയൊരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യം. ഞാൻ ഭഗവാനിലോ ഭഗവാൻ എന്നിലോ? ശരിക്കും നോക്കുകയാണെങ്കിൽ രണ്ടും ശരിയാണ്. കുടത്തിലാണോ വെള്ളം, വെള്ളത്തിലാണോ കുടം? കുടത്തിലും വെള്ളമുണ്ട്, കുടം വെള്ളത്തിലാണ്. ഇനി എന്നിലും ഭഗവാനുണ്ട്, ഭഗവാൻ എന്നിലുണ്ട്, ഞാൻ ഭഗവാനിലാണ്. ഇനി ഇപ്പോൾ ശ്ലോകം പറയുന്നത് ആദി അവ്യക്തമൂർത്തിയായ, അതായത് ആദി കാരണം, ദി പ്രൈമോർഡിയൽ കോസ്, ഭഗവാന്റെ ചൈതന്യം ഈ ജഗത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കണു. ഭഗവാന്റെ ചൈതന്യമാണ് ഈ ജഗത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് ഇൻസിഡൻ്റലി ഹീസ് ഇൻ യു ഓൾസോ. കാരണവശാൽ നിന്നിലും ഭഗവാൻ ഉണ്ടായി. ഭഗവാൻ നീ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജഗത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കും. പക്ഷെ അസംഗത്വം ഹേതുവായിട്ട് ഞാൻ അവനിലാണ് എന്നുള്ളൊരു അഹങ്കാരം ഭഗവാനില്ല. ബിക്കോസ് ഓഫ് ഹിസ് ഡിറ്റാച്ച്ഡ് വ്യൂ പോയിന്റ്. ഭഗവാൻ അവയിലുണ്ട് എന്നുള്ളൊരു ഭാവം ഭഗവാനില്ല. പക്ഷേ ചരാചരങ്ങളെ സകല ഭൂതങ്ങളും ഭഗവാനിലാണ് സ്ഥിതി ചെയ്യുന്നത്.
ഒന്നുകൂടി നമുക്ക് വിശദീകരിക്കാം. ഭഗവാൻ കാരണമാണ്, അല്ലേ? കോസ്. ജഗത്ത് കാര്യമാണ്, ഇഫക്റ്റ്. അപ്പോൾ കോസ് ആൻഡ് ഇഫക്റ്റിന് എടുത്തോളൂ. കാരണവും കാര്യവും, ഭഗവാനും ജഗത്തും. എക്സാമ്പിൾസിലേക്കൊക്കെ നമുക്ക് പിന്നെ വരാം. കാരണം ശ്രദ്ധിച്ചു കേൾക്കൂ. കാരണം, കോസ്, കാരണം കാര്യത്തിനെ വലയം ചെയ്തിരിക്കുന്നു. ഞാൻ വളരെ നിർത്തി പറയാണ് മനസ്സിലാക്കാനായിട്ട്. കാരണം കാര്യത്തിനെ വലയം ചെയ്തിരിക്കുന്നു. മീനിങ് കോസ് ഇഫക്റ്റിനെ വലയം ചെയ്തിരിക്കുന്നു. മനസ്സിലായില്ലേ? കോസ് ഇഫക്റ്റിനെ വലയം ചെയ്തിരിക്കുന്നു. ഭഗവാൻ ജഗത്തിനെ വലയം ചെയ്തിരിക്കുന്നു. Therefore, കാര്യം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? കാരണത്തിലാണ്. വെള്ളം കുടത്തിനെ വലയം ചെയ്തിരിക്കുന്നു. അപ്പോൾ കുട ഇരിക്കുന്നത് എവിടെയാ? വെള്ളത്തിൽ. ഭഗവാൻ ജഗത്തിനെ വലയം ചെയ്തിരിക്കുന്നു. അപ്പോൾ ജഗത്തിരിക്കുന്നത് എവിടെയാ? ഭഗവാനിൽ. കോസ് ഇഫക്റ്റിനെ വലയം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇഫക്റ്റ് ഇരിക്കുന്നത് എവിടെയാ? കോസിൽ. ഇഫക്റ്റ് ഈസ് ദെയർഫോർ ഇൻ ദ കോസ്. അപ്പോൾ കാര്യം സ്ഥിതി ചെയ്യുന്നത് കാരണത്തിലാണ്. അതുകൊണ്ട് കാരണമില്ലാതെ കാര്യത്തിന് നിലനിൽപ്പില്ല. There cannot be an effect without a cause. There cannot be a wave without an ocean. There cannot be an ornament without the gold. There cannot be a pot without the mud. There cannot be a ghost without the post. There cannot be a there cannot be a rope without a snake. കാരണമില്ലാതെ കാര്യത്തിന് നിലനിൽപ്പില്ല. ആഭരണത്തിൻ്റെ എല്ലാ അംശവും സ്വർണ്ണമാണ്. ചിന്തിക്കൂ, ആഭരണത്തിൻ്റെ എല്ലാ അംശവും സ്വർണ്ണമാണ്, അല്ലേ? ആഭരണം ഇരിക്കുന്നതിലാ സ്വർണ്ണത്തിൽ, കിടക്കുന്നതിലാ സ്വർണ്ണത്തിൽ, വിഹരിക്കുന്നതിലാ സ്വർണ്ണത്തിൽ. അപ്പം ആ സ്വർണത്തിൽ എന്താ ഉള്ളത്? ആഭരണത്തിൽ എന്താ ഉള്ളത്? സ്വർണം മാത്രം. അപ്പം ഈ ആഭരണം എവിടെയുള്ളത്? സ്വർണത്തിലാണ് ഉള്ളത്. ഈ ആഭരണം നിൽക്കുന്നത് മുഴുവൻ സ്വർണത്തിലാണ്. പക്ഷേ ആലോചിക്കൂ, സ്വർണത്തിൽ ആഭരണം ഉണ്ടോ? ഒരു കട്ട സ്വർണം, 2 കിലോൻ്റെ ഒരു സ്വർണം കട്ട, രണ്ട് കിലോൻ്റെ ഒരു ആഭരണം. ഈ ആഭരണം 2 കിലോ സ്വർണമില്ലാതെ നിലനിൽക്കോ? നിലനിൽക്കില്ലേ? ഈ ആഭരണത്തിൻ്റെ നിലനിൽപ്പ് എന്താ? പെട്ടെന്ന് മണ്ടേ കയറി വെച്ചിട്ടാണ് ഈ സ്വർണവും ആഭരണവും പറയണം കേട്ടോ. പാമ്പും കയറൊക്കെ പറഞ്ഞാൽ ഒരു വെറുപ്പ് വരും ആൾക്കാർക്ക്. ഇത് വെറുക്കില്ല, ഇതിങ്ങനെ കേട്ടിരിക്കാൻ നല്ല സുഖമല്ലേ? അല്ലെങ്കിൽ കടൽ തിരമാല എന്നൊക്കെ പറഞ്ഞാൽ ഒരു എരമ്പലൊക്കെ ഉണ്ടല്ലോ, അത് വേണ്ട, സുഖമില്ല എന്ന് പറയും, അല്ലേ? അപ്പോൾ ആഭരണവും സ്വർണ്ണവും കേൾക്കാൻ നല്ല രസമുണ്ട്. അപ്പോൾ 2 കിലോ ആഭരണം, 2 കിലോ സ്വർണ്ണം ഇല്ലെങ്കിൽ അതിന് നിലനിൽപ്പുണ്ടോ? ഇല്ലല്ലോ. അത് ആഭരണം ആവില്ലല്ലോ. പിന്നെ ആഭരണമായിട്ട് നിലനിൽക്കണമെങ്കിൽ സ്വർണം തന്നെ വേണം. ആഭരണത്തിൽ ചുറ്റുവട്ടും സ്വർണ്ണമായിരിക്കണം, അല്ലേ? അപ്പോൾ ആ സ്വർണത്തിൻ്റെ നിലനിൽപ്പ് എവിടെയാ? ആഭരണത്തിലാണ്. ഇപ്പുറത്തിരിക്കുന്ന 2 കിലോ സ്വർണം നോക്കൂ, അതിലെവിടെ ആഭരണം ഉള്ളത്? സ്വർണത്തിൽ എവിടെ ആഭരണം? അപ്പോൾ സ്വർണത്തിൽ ആഭരണം ഉണ്ട് എന്ന് നമ്മുടെ ഒരു മിഥ്യാബോധമല്ലേ? ആഭരണം മുഴുവൻ സ്വർണമാണ്. സ്വർണമല്ലാത്ത വേറെ ഒന്നും ആഭരണത്തിലില്ല. നേരെ മറിച്ച് സ്വർണത്തിൽ എവിടെ ആഭരണം? ആഭരണം സ്വർണ്ണമാണെന്നുള്ളൊരു മിഥ്യയല്ലേ നമുക്കുള്ളൂ. ആഭരണം സ്വർണ്ണമല്ല, അത് ആഭരണമാണെന്നുള്ള മിഥ്യയാണ്. ശരിക്കും പറഞ്ഞാൽ അത് സ്വർണ്ണമാണ്.
ഇത് ആഭരണമാണ് എന്നുള്ളൊരു മിഥ്യ കാരണമാണ് നമ്മൾ പറയണത് ആ മിഥ്യ മുഴുവൻ സത്യത്തിലാണ്. മിഥ്യ ജീവിക്കുന്നത് സത്യത്തിലാണ്, സത്യം മിഥ്യയിൽ ജീവിക്കില്ല. ആലോചിക്കട്ടോ, സമയം മുഴുവൻ അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചിലപ്പോൾ വാക്കിൻ്റെ പരിമിതികളുണ്ടാവും. നേർക്ക് നേരെ നമ്മൾ കാണുന്നില്ല, കൈ ഗസ്റ്റേഴ്സ് ഒന്നും പറ്റില്ല. അതുകൊണ്ട് വെറുതെ അങ്ങനെ ഒരു പറഞ്ഞു പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. അപ്പോൾ ഒന്ന് വീട്ടിൽ ചെന്നിട്ട് ആലോചിക്കുക, നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്ന് ആലോചിക്കുക, മിഥ്യയിൽ സത്യമാണോ, സത്യത്തിൽ മിഥ്യയാണോ? മിഥ്യ എപ്പോഴും വസിക്കുന്നത് സത്യത്തിലല്ല. സത്യമൊഴികെ വേറെ എവിടെയാണ് വസിക്കാൻ പറ്റുക? സത്യത്തിനെ സംബന്ധിച്ചിടത്തോളം മിഥ്യ ഒന്നുമില്ല. സ്വർണത്തിനെ സംബന്ധിച്ചിടത്തോളം ആഭരണമൊന്നുമില്ല. അത് നമ്മളുണ്ടാക്കിയതാ, നാമമാത്രം. അത് വെറുതെ തന്നെ ഓമന പേരിട്ടതാ, കൊടുക്കെടുക്കൻ, പാലയ്ക്ക മോതിരം എന്നൊക്കെ ഒരു പേരിട്ടതാ. ശരിക്കും സ്വർണ്ണമാണത്. നമ്മൾ കുട്ടികളെയൊക്കെ കിച്ചു കട്ടു കിട്ടു എന്നൊക്കെ വിളിക്കില്ലേ, അങ്ങനെ പോലും വിളിക്കേണ്ടതാണ് ആഭരണങ്ങളെന്ന്. തിരമാല, ആഭരണം, പാമ്പ്, ഇതൊക്കെ അതിനെ ശരിക്കുള്ള അസൽ സ്വരൂപത്തിനെ നമ്മൾ പേര് മാറ്റി ഓമന പേരിട്ട് വിളിക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് സത്യമല്ല, അത് മിഥ്യയാണ്. പക്ഷെ ആ മിഥ്യൊക്കെ ശാസിക്കുന്നത് ഏതാ? സത്യത്തിലാണ്. സ്വർണത്തിൽ എവിടെ ആഭരണം പറയൂ? എന്നാലോ ആഭരണത്തിൽ എന്താ? സ്വർണ്ണം അല്ലാണ്ട് വേറെ എന്താ ഉള്ളത്? മൽസ്ഥാനി സർവഭൂതാനി, സ്വർണം പറയാണ്, ഞാൻ എല്ലാ ജീവജാലങ്ങളിലും ഉണ്ട്, എല്ലാ ആഭരണങ്ങളിലും ഞാനുണ്ട്. ന ചാഹം തേഷ്വസ്ഥിത, എന്നിൽ നിൽപ്പൂ ഭൂതജാലം, ഞാൻ നിൽക്കുന്നില്ലവറ്റിലോ. അതായത് ആഭരണം എവിടെ ഉണ്ടോ അവിടെ ഒക്കെ സ്വർണ്ണമുണ്ട്. കെയർഫുള്ളി ഫോളോ. ആഭരണം എവിടെയുണ്ടോ അവിടെയൊക്കെ സ്വർണ്ണമുണ്ട്. പക്ഷെ സ്വർണം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ആഭരണം ഇല്ലല്ലോ. ഇത് മനസ്സിലാക്കിയാൽ മതി. ആഭരണം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ സ്വർണ്ണമുണ്ട്. സ്വർണം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ആഭരണം ഇല്ലല്ലോ. അപ്പോൾ ആഭരണം സ്വർണത്തിലോ, സ്വർണ്ണ ആഭരണത്തിലോ? സ്വർണം ആഭരണത്തിൽ തന്നെ. Wherever there is an effect, there is a cause. അല്ലേ? Every effect has a cause. അപ്പോൾ wherever there is an effect, there is a cause. ആ കോസാണ് എഫക്റ്റിനെ താങ്ങി നിൽക്കുന്നത്. ബട്ട് wherever there is a cause, there is no effect. മണ്ണുള്ളിടത്തൊക്കെ കുടം ഉണ്ടായിക്കൊള്ളുന്നില്ല. കുടമുള്ളിടത്തൊക്കെ മണ്ണുണ്ട്. കടലിൽ മുഴുവൻ തിരമാല ഉണ്ടായിക്കൊള്ളുന്നില്ല. തിരമാല ഉള്ളിടത്തൊക്കെ കടലുണ്ട്. പാമ്പുള്ളിടത്തൊക്കെ കയറുണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ കയറ് കണ്ടിടത്തൊക്കെ പാമ്പുണ്ട്. മനസ്സിലായില്ലേ? പാമ്പപ്പോൾ ഏതില? കയറിലാണ് വസിക്കുന്നത്. കയറ് പാമ്പിലല്ല. ആഭരണം സ്വർണത്തിലാണ്, സ്വർണം ആഭരണത്തിലല്ല. ജഗത്ത് ഭഗവാനിലാണ്, ഭഗവാൻ ജഗത്തിലല്ല. വെള്ളം സമുദ്രത്തിലാണ്, സമുദ്രം വെള്ളത്തിലല്ല. സത്യ മിഥ്യയിലല്ല, മിഥ്യ സത്യത്തിലാണ്. മനസ്സിലായോ? അധിഷ്ഠാനം. അവാംനിധി അധിഷ്ഠാനം. ഇതാണ് അധിഷ്ഠാനം എന്നുള്ളതിൻ്റെ ഒരു ചുരുക്ക പ്രായന. അപ്പം ഇന്ന് നമുക്ക് നിർത്താം, കുറച്ച് പണിയുണ്ട്. അപ്പോൾ ചിലപ്പം നേരത്തെ നിർത്താമെന്ന് വിചാരിച്ചു. 14 മിനിറ്റായി, ഒരു 10 മിനിറ്റ് കുറവെന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ നിർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. വേറൊരു മീറ്റിംഗ് ഉണ്ട്. ബാക്കിയുള്ള മറ്റുള്ള ശ്ലോകങ്ങൾക്ക് തുടക്കം നമുക്ക് നാളെ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ
പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ രക്ഷിക്കണേ.